Hi all. Today we are going to discuss about Yersinia. Yersinia എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഈസ് നമ്മൾ അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദേ ആർ കോക്കോബാസിലറി ഓവിഡ് ഓർ റോഡ് ഷേപ്ഡ് ഓർഗാനിസംസ് വിത്ത് എ ബൈപോളാർ സ്റ്റെയിനിങ്. ദേ ആർ ഗ്രാം നെഗറ്റീവ്, എയറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനൈറോബിക് കാണാറുണ്ട്. ഗ്രോൺ ഓൺ ഓർഡിനറി മീഡിയ ആൻഡ് ബെസ്റ്റ് ഗ്രോത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഓക്സിഡൈസ് നെഗറ്റീവ്, കാറ്റലൈസ് പോസിറ്റീവ്, ഇൻഡോൾ നെഗറ്റീവ്, ONPG പോസിറ്റീവ്, യൂറിയസ് പോസിറ്റീവ് എക്സെപ്റ്റ് എർസീനിയ പെസ്റ്റസ് കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണിത്. ആൻഡ് ഇതൊരു സ്റ്റെയിനിങ് പീസ് കാണിച്ചിരിക്കുന്നതാണ്. നമുക്ക് എർസീനിയ പെസ്റ്റിസിനെ പറ്റി ഇനി നോക്കാം. So they show polymorphism in old culture and capsulated forms in exudates from lesions and ബ്രോത്തിനകത്ത് സ്റ്റാറ്റിറ്റൈസ് സീൻ ചെയ്യും. അതായത് ഒരു ഓയിൽ ഓവർലേയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഹാങ്ങിങ് ഗ്രോത്ത്, ഗ്രാനുലാർ ഡെപ്പോസിറ്റ് കാണാൻ പറ്റും ഇഫ് ദർ ഇസ് നോ ഓയിൽ. ആൻഡ് കോളനീസ് ഓൺ മെക്കോൺകി അഗാർ ഡിസപ്പിയർ ആഫ്റ്റർ 2 to 3 days ബിക്കോസ് ഓഫ് ദ ഓട്ടോലൈസിസ് പ്രോപ്പർട്ടി. So these are the main biotypes of Yersinia pestis. So their antigenic structure എന്ന് പറയുന്നത് ലിപ്പിഡ് പോളിസാക്കറൈഡ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത്. സോ അതിനകത്ത് തന്നെ ക്യാപ്സുലാർ ആന്റിജനിക് കോംപ്ലെക്സ്, ഫസ്റ്റ് വൺ ഈസ് F1 ആന്റിജൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിപ്പോപോളിസാക്കറൈഡിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ആന്റിജൻ ആണ്. ആൻഡ് ദേ പ്രിവെന്റ് ഫാഗോസൈറ്റോസിസ്. ദേ പ്രിവെന്റ് ഫാഗോസൈറ്റോസിസ് ആൻഡ് ദേ ആർ ഹീറ്റ് labile, develops at 37 degree Celsius. And next one is somatic antigenic complex. അതിൽ വരുന്നതാണ് V and W antigens. So they inhibit phagocytosis and also intracellular killing. They are heat stable and develops at 20 degrees Celsius and 37 degrees Celsius. Other virulence factors include ആയിട്ട് വരുന്നതാണ് low calcium response LCR gene, Yobes Yersinia outer proteins, coagulase produced by 28 degrees Celsius and plasminogen activator. ഇത് കൂടാണ്ട് ഒരു പ്ലേഗ് ടോക്സിൻ വരുന്നുണ്ട്. അത് മെയിൻലി 2 ടൈപ്സ് ആണ്, എക്സോടോക്സിൻ ആൻഡ് എൻഡോടോക്സിൻ. പാത്തോജെൻസിസില് മെയിൻലി പ്ലേഗ് ഡിസീസ് ആണ് കോസ് ചെയ്യുന്നത്. ഫസ്റ്റ് സീൻ ഇൻ ഏഷ്യ. ആൻഡ് ഹ്യൂമൻസിൽ പ്ലേഗ് മെയിൻലി 3 ടൈപ്സ് ആയിട്ട് വരാറുണ്ട്. അല്ല ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് റോഡന്റ് എപ്പിസൂട്ടിക്സ്, സൂണോട്ടിക് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. സോ വൈൽഡ് റോഡന്റ് എപ്പിസോട്ടിക്സിൽ നിന്ന് സെമി ഡൊമസ്റ്റിക് റോഡൻസ്, ദെൻ ഡൊമസ്റ്റിക് റോഡൻസ്, ദെൻ ഫ്ലീസ് ആൻഡ് മാൻ ടു മാൻ ട്രാൻസ്മിഷൻ ഫ്രം ഫ്ലീസ്, പ്യൂലക്സ് ഇറിറ്റൻസ്, എയർബോൺ, ന്യൂമോണിക് ലൈക്ക് അങ്ങനെ വരാം. പിന്നെ ഇഞ്ചക്ഷൻ ഇൻ ടു മാൻ ബൈ ഫ്ലീസ്, regional lymph nodes, bloodstream and then organs, and it will affect to the spleen, liver, kidney and others, and it cause infarcts, necrosis and hemorrhage. So mainly 3 types ആയിട്ടാണ് നമുക്ക് ഈ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബ്യൂബോണിക്. ബ്യൂബോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലീസ് കണ്ടെയ്നിങ് ഇൻഫെക്ഷൻ ആണ്. ദേ ബൈറ്റ് ടു ദ ഹ്യൂമൻ leg and they will reach to the inguinal glands and are enlarged and suppurative. Then it will enter into the blood and cause hemorrhage, gangrene develop, and also called as black death disease. And second one is septicemic. They have a meningitis influence. Pneumonic ആവുമ്പോഴത്തേക്കും droplets to
lungs, and then when it will cause hemorrhagic pneumonia and bloody mucoid spectrum. The കൂടാണ്ട് it cause plague meningitis, tonsillar or pharyngeal plague, plague carbuncle ഇതൊക്കെ കോസ് ചെയ്യുന്നുണ്ട്. സോ ലബോറട്ടറി ഡയഗ്നോസിസ് നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂബോ ആസ്പിറേറ്റ്സ്, സ്പ്യൂട്ടം, ബ്ലഡ് ആൻഡ് അതർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ടെസ്റ്റുകൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ലൈക്ക് സ്റ്റെയിനിങ്, വെയ്സൺ, മെത്തലിൻ ബ്ലൂ, ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ മെത്തേഡ്സ്, സെറോളജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യും. എപ്പിഡമോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഡിസീസ് ഒരു ഫസ്റ്റ് ടൈപ്പ് എപ്പിഡമോളജി എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസീസ് ഓഫ് ആന്റിക്വിറ്റി. ആൻഡ് ഫസ്റ്റ് എപ്പിഡമിക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1320 ബിഫോർ ക്രൈസ്റ്റ് പീരീഡിലാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പിഡമോളജി 2 വരുന്നത് പ്രൈമറിലി ഡിസീസ് റോഡൻസിലോട്ടും അതിൽ നിന്ന് ഫ്ലീസിലോട്ടും വരുന്നു. ദെൻ കേസ് ഫെറ്റാലിറ്റി എന്ന് പറയുന്നത് 50 to 75% ആണ് ബ്യൂബോണിക് പ്ലേഗ് വരാനുള്ള ചാൻസ്. 100% ഫോർ സെപ്റ്റിസിമിക് പ്ലേഗ്. ഒരു 20th സെഞ്ചുറിയിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് കണ്ടുവന്നിരുന്നത്. സം കൺട്രീസ് ഇൻക്ലൂഡ് ടാൻസാനിയ കണ്ടിന്യൂസ് ടു ബി അഫക്റ്റഡ്. റിസർവയർ റോഡൻസ്, ഫ്ലീസ്, സീനോസ്പില സ്പീഷീസ് ഒക്കെ ആയിരുന്നു ഫ്ലീസിൽ വരുന്ന സ്പീഷീസ് വന്നുകൊണ്ടിരുന്നത്. പ്ലേഗ് ഫോക്കൈ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഇൻ കൺട്രീസിൽ വന്നിരുന്നിട്ടുണ്ട്. ലൈയിങ് ബിറ്റ്വീൻ 50° നോർത്ത് ആൻഡ് 35° സൗത്ത് ഇൻ ടാൻസാനിയ, സെൻട്രൽ, നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ. സോ ഇത് അതിന്റെ ഒരു പിക്ചറാണ് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷനകത്ത്. എപ്പിഡമോളജി 3 എന്ന് പറയുമ്പോഴത്തേക്കും എപ്പിഡമിക് ടൈപ്സ് സിൽവാറ്റിക് ഓർ പ്ലേഗ്, റൂറൽ ഏരിയൽ പ്ലേഗ്, ഡൊമസ്റ്റിക് പ്ലേഗ്, അതായത് ഡൊമസ്റ്റിക് അർബൻ ഏരിയസിലുള്ള. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒക്യുപ്പേഷൻ, പുവർ ഹൗസിംഗ്, സ്ലീപ്പിംഗ് ഓൺ ദ ഫ്ലോർ, നോട്ട് കീപ്പിംഗ് കാറ്റ്സ്, സോഷ്യോ കൾച്ചറൽ റാറ്റ് ഒക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതൊന്നും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തതിൻ്റെയൊക്കെ. കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ 1 എന്ന് പറയുന്നത് കൺട്രോൾ ഫോർ ദ എപ്പിഡമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിജിറ്റേറ്റ് പബ്ലിക് ഹിസ്റ്റീരിയ, treat cases, closely monitor contacts, investigate all death, kill fleas using insecticides, kill rodents, rodenticides ഒക്കെ യൂസ് ചെയ്തിട്ട് റോഡൻസിനെ കൊല്ലുക. Case recognition and medical intervention and field investigation is another method for the prevention of this particular organism. And vaccines are not available for a wide use. Continuous surveillance of rodents and human plagues are the only method. And next species we are going to discuss about Yersinia enterocolitica. So their cultural characteristics എന്ന് പറയുമ്പോഴത്തേക്കും capsules in vivo ആണ്, not in the culture, multiplies at 4° Celsius, slow growth on artificial media, selective and enriched media needed for the isolation from the fecal specimen. Antigenic structure എന്ന് പറയുമ്പോഴത്തേക്കും there are mainly 6 biotypes, several serotypes 3, 8 and 9 എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. എൻട്രോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് T ആണ്, ടെമ്പറേച്ചർ അറ്റ് 30°. പാത്തോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീക്കൽ ഓറൽ ട്രാൻസ്മിഷൻ ആണ്. It will cause gastroenteritis, sometimes septicemia and mesenteric lymphadenitis in elderly people. Lab diagnosis നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീസസ് ആൻഡ് ബ്ലഡ് ടെസ്റ്റ്, കൾച്ചർ മെത്തേഡ്, cold enrichment, subculture on selective media, Yersinia pseudo tuberculosis. General features എന്ന് പറയുന്നത് നോൺ ക്യാപ്സുലേറ്റഡ് ഓർഗാനിസം ആണ്, ഗ്രോസ് ഇൻ പൂവർലി മെക്കോൺകി അഗ. ആന്റിജനിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മെയിൻലി 1 to 6 സെറോടൈപ്സ് ആണ് കാണുന്നത്. ടൈപ്സ് 1 ഈസ് ദ മോസ്റ്റ് കോമൺ, 6 ഗ്രൂപ്പ്സ് കാണാറുണ്ട്. 1 to പാത്തോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂണോസിസ് ആണ്, കോസ് mesenteric adenitis in man. ലാബ് ഡയഗ്നോസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് mesenteric lymph node biopsy, ബ്ലഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് കൾച്ചർ ആണ്, നമ്മൾ കൾച്ചറിംഗ് മെത്തേഡ് ആണ് സിറോളജി. സോ താങ്ക് യു.